ലാഭത്തിനുമില്ലാതെ മിന്നാന്ന് രാത്രിയൊക്കെ എൻ്റെ പല വിദ്യാർത്ഥികളും പലരും നമ്മുടെ പല കുട്ടികളും ചെറുപ്പക്കാരൊക്കെ റോഡുകളിൽ തോരണം തൂക്കിയും പല ജാതി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക, അതിന് വേണ്ടിയാണ് അവരത് ചെയ്തത്. എന്തിന്റെ കുട്ടികൾക്ക്? ഇന്ന് കുട്ടികൾ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് എല്ലാവർക്കും സുന്നത്താണ് മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുക. മദീനയിൽ മരിക്കാൻ കൊതിച്ചവർ മദീനയിൽ മരിക്കാൻ കൊതിച്ചുകൊള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മദീനയിൽ മരിക്കാൻ കൊതിച്ചോളൂ. എന്തുകൊണ്ട്? മദീനയിൽ മരിച്ച മുസ്ലിമിന് ഞാൻ ശഫാഅത്ത് ചെയ്യും. എന്റെ പുണ്യ റസൂൽ റസൂലുള്ളാഹിനെ അലങ്കരിച്ച് ദപ്പടിച്ച് സ്വീകരിച്ചവർ, അതിനുവേണ്ടി ദപ്പുണ്ടാക്കി വെച്ചവർ, എല്ലാവരും ദപ്പുണ്ടാക്കി വെച്ചിരുന്നു. ഒരു കിഴവി കുറേ ദിവസം നിങ്ങളുടെ നബിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ വരുന്നന്ന് ഞാൻ ദപ്പുണ്ടാക്കിച്ചിരുന്നു. ഒരു കിഴവിയായ സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട്, നബിയെ ഞാൻ ദപ്പുണ്ടാക്കിച്ചിരുന്നു, നിങ്ങൾ വരുമ്പോ ഒട്ടകത്തിന്റെ ഒപ്പം നടന്ന് മുട്ടാൻ വേണ്ടിയിട്ട്. അക്കൊന്ത് മരിയുള്ള ലാലിക്കലും അന്ന് ദിവസം ഞാൻ രോഗിയായി പോയി നബിയെ, എനിക്ക് മുട്ടാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ നേർച്ചാക്കിയതാ, എനിക്കൊന്ന് മുട്ടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ പറഞ്ഞു, എന്റെ നേർച്ച അങ്ങനെ ഉണ്ടെങ്കിൽ പണം നടന്നോട്ടെ, മുട്ടിക്കോ ഹബീബായി. അപ്പോൾ ആ കിഴവി ദപ്പടിച്ച് പാട്ട് പാടി. ഈ കിഴവി റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നേർച്ചയാക്കിയിരുന്നു. ഹബീബായ റസൂലുള്ള വരുമ്പോൾ ദപ്പടിച്ച് പാട്ട് പാടാൻ നേർച്ചയാക്കിയിരുന്നു. അവർ ദപ്പടിച്ച് ഹബീബിന്റെ ഒട്ടകത്തിന്റെ പിന്നാലെ നടന്നിരുന്നു. ഒട്ടകത്തിന്റെ വഴി തടഞ്ഞ് വീട്ടിലേക്ക് അലങ്കൃതമായ ആ കാലഘട്ടത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അലങ്കൃത വീടുകളിലേക്ക് പുണ്യനബിയെ ക്ഷണിച്ചപ്പോൾ ഹബീബും വഴങ്ങി. എല്ലാ വീട്ടിലേക്ക് എങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞു, എവിടെ മുട്ടുകുത്തണമെന്ന് അല്ലാഹു അതിനോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പുണ്യ റസൂൽ. ഇതാണ് പുണ്യ റസൂൽ. ആ കാല് കുറിച്ച് ആ വിക്രമടി, അതിനെ കുറിച്ചുള്ള പുണ്യ റസൂലിനെ കുറിച്ചുള്ള ഓർമ്മ മതി, ഓർമ്മയുണ്ടായ മതി. ഭക്ഷണമില്ലാത്ത രാത്രികളിൽ യാത്ര പോകുന്ന സ്വഹാബികൾക്ക് ഒരു ഭക്ഷണമുണ്ടായിരുന്നു. മദ്ഹു റസൂലില്ല. അങ്ങനെയാ രാത്രിയുടെ ഇരുട്ടിൽ ഇങ്ങനെ പോവുകയാണ്. അവർക്ക് കടന്ന് ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള സ്ഥലം വളരെ വിദൂരമായിരിക്കും. ഇരുട്ടിന്റെ കുരങ്ങളിൽ കൂർത്ത കല്ലുകൾ താണ്ടി പീഠഭൂമികളും അങ്ങനെ താണ്ടി താണ്ടി പുണ്യ റസൂലിനോടുകൂടെ അത്താഴ പട്ടിണിക്കാരായി പോകുന്ന സ്വഹാബികളോ നടുവിൽ നിൽക്കുന്ന ഹബീബായ നബി ചിലപ്പോൾ ഇങ്ങനെ പറയും, ആരാണൊന്ന് സന്തോഷിപ്പിക്കുക. ഭക്ഷണം പോലെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പറയാം, ആരൊന്ന് സന്തോഷിപ്പിക്കും. അപ്പൊ ഒരാൾ പാട്ട് പാടാം. എന്താ പാട്ട്? മദ്ഹു റസൂലില്ല. ആ പാട്ടുകൾ പിന്നെ ലോക പ്രശസ്തമായി ചിൽപ്പടൽ പാട്ടാണ്. أجمل منك لم ترى قط عيني وأحسن منك لم تلد النساء. റസൂലുള്ളാഹിനെ പറ്റി പാട്ട് പാടി, റസൂലുള്ളാഹിനെ പറ്റി പാട്ട് പാടി വള്ളത്തോളം മഹാകവി പാട്ട് പാടിയിട്ടുണ്ട്. അയാൾക്കൊണ്ടൊരു ശേഷിപ്പ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കേരളത്തിൽ ഒരു ശേഷിപ്പുള്ള കവി വള്ളത്തോളാണ്. എത്ര പ്രതിഭകളുണ്ടായി കേരളത്തിൽ, ഒരു ശേഷിപ്പില്ല. ചങ്ങമ്പുഴ വലിയ കവിയാണ്, പക്ഷെ ദുർമരനാണ്. വലിയ കവിയാ, പ്രതിഭാധനനാണ്. പ്രതിഭ എന്ന് പറഞ്ഞാൽ പ്രതിഭയാണ്, ശേഷിപ്പില്ല, ഒന്നുമില്ല. കരയും ഞാൻ കരയുന്ന കവികളെ കഴിവിൽ തറക്കുമോ ലോകമേ നീ. ചങ്ങമ്പുഴയുടെ പ്രതിഭയാ, നല്ല പ്രതിഭയാ, പക്ഷെ തിരിച്ചെടുപ്പില്ല, ദുർമരണം. വൈലോപ്പള്ളി നല്ല കവിയാ, എന്താ ശേഷിപ്പ്? എന്ത് ശേഷിപ്പുള്ളത്? അങ്കണത്തൈമാവിൽ നദ്യത്തെ വീഴ്കെ അമ്മ തന്നെ നേത്രത്തിൽ നിന്നു ചുടുകണ്ണീർ
ഒരു മാസത്തിന് മുമ്പേ ഏറെ നാൾ കുടിച്ചിട്ട് വനമാ കണ്ടം ഭൂമി നികൾ വിരയവേ മദൻ മണിക്കുട്ടൻ പുത്തിരെ കത്തിച്ചപ്പോ മലർ ചുണ്ടന്നടി ചാളതിച്ചടുത്തെത്തി തുടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോ ഒടിച്ചു കളഞ്ഞല്ലോ കുസുതി ഗുരുണ്ണനെ. ഉദ്ദേശത്തിന്റെ കഥയിൽ എസ്.കെ. പൊറ്റക്കാട് പറയുന്നുണ്ട്, ഈ പാട്ട് ഞാൻ ആഫ്രിക്കയിൽ ഒരു മലയാളി സമാജത്തിൽ പാടിയപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി. അപ്പോൾ വൈലോപ്പിള്ളി നല്ല പ്രതിഭ, പക്ഷെ ശേഷിപ്പില്ല. ഒന്നും ആർക്കല്ല, ഒരാൾക്കുമില്ല. ഒരു കവിക്കാണ് കേരളത്തിൽ ഒരു ശേഷിപ്പുള്ളത്, അത് വള്ളത്തോളിനാണ്. അതിന് കാരണം ബറക്കത്ത് മുഹമ്മദാണ്. ഉറപ്പാണ്, ഞാൻ ഇത് കൊണ്ട് പറയല്ല. ഞാനിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ആ ചെറുദേശത്തിലെത്തിയാൽ റൈറ്റേക്ക് ഇങ്ങനെ നോക്കാറില്ല. വള്ളത്തോൾ ഇങ്ങനെ നിൽക്കുന്ന പ്രതിമയും പിന്നെ 100 കണക്കിന് ഏക്കറയിൽ കലാക്ഷേത്രം, കലാമണ്ഡലം, എന്താണെങ്കിലും കേരളത്തിൽ നൂറ്റാണ്ടുകൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു കവി ഉണ്ടെങ്കിൽ വള്ളത്തോളായി ഉറപ്പ്. എന്ന പ്രതിപത്വം കൊണ്ട് കുമാരനാശാനൊക്കെ വലിയ ആളാണ്, പൊക്കക്കെട്ടുള്ളവരാ. ചങ്ങമ്പുഴക്ക് വലിയ ആളാ, വൈലോപ്പള്ളി വലിയ പ്രതിഭയാണ്. നീ ചിന്തിക്കും, പക്ഷേ ശേഷിക്കില്ല. കാരണം വല്ലപ്പോഴും ശേഷിപ്പാണ്ടാകും. കാരണം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹുവിനെ മധുര മനോഹരമായി അവതരിപ്പിച്ച ഒരു മുസ്ലിം കവി പോലും കേരളത്തിൽ ആ കണ്ടതിലേശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു വിശ്വാസക്കാർ. കവിക്ക് തന്നെ എതിരാവുന്നുണ്ട് എന്ന് തോന്നുക. കവിക്ക് തന്നെ എതിരാവുന്നുണ്ട്. അവിടെ റസൂലുള്ളാഹിനെ പ്രശംസിച്ചോട് കവിക്കെന്നെതിരാവില്ല. അല്ലെ, അങ്ങനെയല്ലേ? കണ്ടതിലേശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരത്ത വിശ്വാസക്കാർ. മാറാത്ത കൊതിക്കൊടുത്തേന് പലവട്ടവും താൻ ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവശക്തനേകൻ. കവിക്കെതിരാണ്. കാരണം കവിയുടെ സമുദായം ഏർപ്പെട്ടാണ്. കവിയുടെ സമുദായത്തിനെതിരാവുന്നുണ്ട്. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്രമൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത സമർപ്പിതേനോ കെടുമഞ്ഞു വീഴായി ഗഹമ്മദിൻ സജ്വരമായ നെഞ്ചിൽ കൈകളിൽ വെച്ചുടന്നാൽ പോലും നിർത്തിൽ വലിയ പ്രയത്നം. ഞങ്ങളുടെ വലിയടക്കമുള്ളവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കെട്ടിച്ചു തരാം, മുതലും തരാം, ഈ പണിയൊന്നും നിർത്ത്. അതിന് തിരിച്ച് റസൂലുള്ള പറയുക, സൂര്യനെയും ചന്ദ്രന്റെ 2 കല്ലിൽ ചെന്നാൽ ഞാൻ നിർത്തൂല്ല. അത് കവി പറയുന്നത്. കെടുമഞ്ഞു വീഴായി ഗഹമ്മദിൻ സജ്വരമായ നെഞ്ചിൽ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിർത്തിൽ ലിവനി പ്രയത്നം. ഇതൊക്കെയാവാം 1300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈ വഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. ഒരു മനോഹര ഇങ്ങനൊരു മുസ്ലിം പോലും റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അവസാനം 2 വരിയുണ്ട്. ആ വരി വായിച്ചത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനെന്നല്ല, ആ വരി വായിച്ചത് കാര്യത്തിലാണ്. റസൂലുള്ളാഹി കഅബാലയത്തിന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന രംഗം പറയാം. ഒന്നിച്ച് അനവധി കവി വരികളുണ്ട്. കുറച്ചൊന്നുമല്ല. പാംസുസ്നാനം എന്നത് വള്ളത്തോളിന്റെ ലോകപ്രശസ്തമായ കവിതയാണ്. അതിമനോഹരമായി വർണ്ണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹൈന്ദവ കവിക്ക് പോലും തന്റെ വർണ്ണനത്തിൽ ഏറ്റവും വലിയ ചിറക് പിടിക്കണം റസൂലുള്ളാഹിനെ പറയുമ്പോഴാണ്. അതാണ് ഇന്ന് മുസ്ലിമീങ്ങൾ തമ്മിൽ വർദ്ധിക്കുന്നത്. ചിന്തിക്ക്, എത്ര അതപ്പതിച്ചു പോയി.
പുണ്യ റസൂൽ ഭാഗ്യത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാം. മണ്ണിൽ കൊട്ടയിൽ മണ്ണ് കമഴ്ത്തി കൊണ്ടുവന്ന റസൂലുള്ളാഹിനെ കമഴ്ത്തുക. ആ രംഗം പറഞ്ഞുകൊണ്ട് കരയുക. കവി കരഞ്ഞ അവസാനം അത് വായിച്ചവരൊക്കെ കരഞ്ഞിട്ടുണ്ടാവും. അത് വായിച്ച് കഴിയാത്തതാണ് എല്ലാം ഒക്കെ കരഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു ആ പാട്ട് ഒരു ദിവസം യേശുദാസിന്റെ മുന്നിൽ പാടി. കോഴിക്കോട് കാലിക്കറ്റ് ടൗണിലെ യേശുദാസ് കിടപ്പൻ ദാമോദരൻ നമ്പൂതിരി ഞാൻ എം.ടി. വാസുദേവൻ നായർ ഇങ്ങനെ ഒരു സൗഹൃദ സദസ്സ് നടക്കുക ഈ കഴിഞ്ഞ വേനൽക്ക്. അന്ന് എം.ടിയുടെ പ്രസംഗം കഴിഞ്ഞു, യേശുദാസിന്റെ പ്രസംഗം കഴിഞ്ഞു, കൈലപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രസംഗം കഴിഞ്ഞു. പിന്നെ എൻ്റെ ഊഴാണ്. ഞാനിങ്ങനെ വന്നിട്ട് ഹൈന്ദവ മുസ്ലിം സമ്പർക്കങ്ങളും സാഹിത്യങ്ങളുടെ പരസ്പര വെള്ളൽ കൊടുക്കലും ഒക്കെ പറഞ്ഞിട്ട് വെള്ളത്തോട് റസൂലുള്ളാഹിനെ വർണ്ണിച്ച കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു. യേശുദാസ് അവിടെയുണ്ട്. അവസാന കുറച്ച് ഭാഗം നിങ്ങൾ ചിന്തിക്കണം. പുണ്യ റസൂലിനോട് ഒരു മനോഹരമായ വർണ്ണന. അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താൻ കുളിപ്പി പട്ടിനായി മുതിർന്നു തണ്ണീർ കുടമുകൊണ്ടടലാണ്ട പുത്രി തിരുത്തി തളി പോക്കുവാനായി നിറഞ്ഞ കുംഭോ ദഗമോടുകൂടെ താത്തന്റെ ഗാത്രങ്ങളിലാ പതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരും. വീട്ടിലേക്ക് വന്ന കഥ പറയാം. പുണ്യ റസൂൽ വീട്ടിലേക്ക് കയറി. അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ട അതിവെമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടടലാണ്ട പുത്രിയെന്ന് കരഞ്ഞുകൊണ്ട് കുടം കൊണ്ടുവന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിടിച്ചിരുത്തി ചെളിപോക്കുവാനായി നിറഞ്ഞ കുംഭോദകമോടുകൂടെ കുടങ്ങനെ ചിരിക്കാൻ വർണ്ണിച്ച കവി റസൂലുള്ളാഹിന്റെ തലയ്ക്ക് കുളിപ്പിക്കാൻ വേണ്ടി തലയിലാകെ മണ്ണ കാൽപാദം വരെ കുളിപ്പിക്കാൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുടം കൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ താത്തന്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൽ തന്നെ ചുടുകണ്ണുനീരുന്നു. വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് കണ്ണുനീര് ഒഴിച്ചു പോയി. അപ്പൊ പറഞ്ഞത് അവസാനിപ്പിക്കുക. എനിക്കൊരു മനോഹരം. ആ മനുഷ്യന് ഒരു ഉണ്ടാകും. എന്തായിരിക്കും? എന്തുകൊണ്ട് ഉണ്ടായിരിക്കും? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് വർണ്ണിച്ചാലും ദുനിയാവിലെങ്കിലും എന്തെങ്കിലും. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ മുസ്ലിമീൻ എന്നല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അവസാനിപ്പിക്കാം. അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാക്കണം. ഞാൻ നിൽക്കുന്നില്ല. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് രോഗം വന്നാലും പരിഹാരം ഉണ്ടായിരുന്നു. കോളറ പടർന്നു പിടിച്ചപ്പോൾ മലബാറിലുള്ള ഒരു മഖ്ദൂമുൽ മഅബരിയെ സമീപിച്ചു. അപ്പോൾ മഖ്ദൂമുൽ മഅബരി മഖ്ബൂസ് മൗലൂദ് ഉണ്ടാക്കി. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഇത് സമസ്ത മീൻചല്ലിൽ ഉണ്ടാക്കിയിട്ടല്ല, മീൻചലിന്റെ പ്രമേയത്തിന് ശേഷം ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ഫ്രാൻസിലോട്ടൊന്നും ഉണ്ടാക്കിയതല്ല. ഇത് നിങ്ങളും ഞങ്ങളൊക്കെ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ ദവാ ആണ്. എന്ത് രോഗം ഉണ്ടായിരുന്ന രോഗമാവും. അന്ന് രോഗമില്ല, ഇന്ന് രോഗിയേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിരുന്നപ്പോ രോഗം അല്ലാഹു ബ്ലക്കാക്കട്ടെ. ഉമ്മിനെ വളരെ ചിന്തിക്കണം. രോഗങ്ങൾ കോളറ പടർന്ന് പിടിച്ചപ്പോൾ മങ്കൂസ് മൗലുണ്ടാക്കി. പെട്ടെന്നുണ്ടാക്കിയത് കൊണ്ട് മങ്കൂസ് എന്ന് പേര് കൊടുത്തു. ചുരുക്കി ഉണ്ടാക്കിയത്. മങ്കൂസ് ഓതിയാൽ പൂർത്തിയാക്കി ഓതണം എന്നൊരു നിയമം ഉസ്താദുമാർ പറയും. കാരണം മങ്കൂസ് തന്നെ മങ്കൂസാണ്. ഇനി മങ്കൂസ് ആക്കരുത്. മങ്കൂസ് തന്നെ ചുരുക്കിണ്ടാക്കിയതാണ്. നിങ്ങളെ മകളൊന്നും കൂടി ചുരുക്കരുത്. മങ്കൂസ് ആകെ 4-10 മിനിറ്റ് 20 മിനിറ്റ് ചെല്ലാനുള്ളത് പൂർത്തിയാക്കി ചെല്ലണം. എന്തിന് കോളറ പോകാൻ? ഇന്നത്തെ കോഴിക്കോട് ഖാദിയായ മുഹമ്മദ് കോയ ജബലുല്ലൈലിയുടെ വല്ലിപ്പ കോഴിക്കോട് ചാലിയം ഭാഗങ്ങളിൽ കോളറ പടർന്ന് പിടിച്ചപ്പോൾ 100 കൊല്ലം മുമ്പ് കടലുണ്ടി കിടന്നുറങ്ങുന്ന അത് ഖുത്ബു സയ്യിദ് ജബലുല്ലൈലി എന്ന മഹാൻ കടലുണ്ടിയിലും പരിസരത്തും മൗലിദ് മങ്കൂസ് പ്രാവർത്തികമാക്കി.
വർഷം കുറച്ചും കഴിഞ്ഞു മാസത്തിൽ മൗലൂദ് സ്ഥാപിച്ചു. ആര്? അല്ല ഖുതുബ് സയ്യിദ് ജമലിലെ ഇന്നത്തെ മുഹമ്മദ് കോയ ജമലിയുടെ പതിപ്പാണ്. ചിന്തിക്കും അങ്ങനെയിരുന്നു മുഅ്മിനീങ്ങളെ. എവിടെയും നമ്മുടെയൊക്കെ ബാപ്പമാർ എന്ത് പ്രശ്നം ഉണ്ടായാലും മൗലിദോടും മുസ്തഫ നബി